കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്നതായ വിശുദ്ധ വേദഭാഗം 55-ാം സങ്കീർത്തനത്തിൻ്റെ ഏതാനും വാക്യങ്ങളാണ്. നമുക്കറിയാം, സങ്കീർത്തനം പലരാലും എഴുതപ്പെട്ടതാണെങ്കിലും 55-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് അല്ലെങ്കിൽ നബിയും പ്രവാചകനും രാജാവുമായ ദാവീദ് എഴുതിയതാണ്. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തില് സന്തോഷമുണ്ടായാലും സങ്കടമുണ്ടായാലും ഏത് പ്രശ്നങ്ങളുണ്ടായാലും ദാവീദ് ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. ദാവീദിന് ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ദാവീദ് തൻ്റെ സന്തോഷ സമയങ്ങളിലും സന്താപ സമയങ്ങളിലും അതുപോലെ തന്നെ തീരെ നിർവാഹമില്ലാത്ത സമയങ്ങളിലൊക്കെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിലൊക്കെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തതയിലിരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ച ഒരു ഭാഗമാണ് 55-ാം സങ്കീർത്തനം. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദിനെ ദൈവം, യഹോവയായ ദൈവം തിരഞ്ഞെടുത്തതാണ്. ആടിനെ നോക്കിക്കൊണ്ടിരുന്ന ദാവീദ്, ആട്ടിടയനായ ദാവീദ് രാജാവായി മാറുകയാണ്. ഗോലിയാത്തിനെ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ദാവീദ്, മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് ഒരു ഭയവും കൂടാതെ ദൈവാശ്രയത്തിൽ പരാജയപ്പെടുത്തുകയാണ് ഗോലിയാത്തിനെ. ആ ദാവീദ് വളരെ ആത്മാർത്ഥതയോടും ഭക്തിയോടും ദൈവത്തോടുള്ള സ്നേഹത്തോടും കൂടി ദൈവത്തോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നു. 55-ാം സങ്കീർത്തനത്തില് അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ദാവീദ് രാജാവാണ് യഹോവയോട് പറയുന്നത്. ഒരു രാജാവ് ധൈര്യമുള്ളവനായിരിക്കണം. അവന് പേടിയില്ലാത്തവനാണ്. അവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യാൻ തക്കവണ്ണം തൻ്റെ ഇടമുള്ളവനായിരിക്കണം. എന്നാൽ ഇവിടെ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് വിങ്ങിപ്പൊട്ടുകയാണ്, വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ദാവീദിന് ഉണ്ടായതുപോലെയുള്ളതായ
മാനസികാവസ്ഥയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവവുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അബ്ശാലോം, ദാവീദിന്റെ പുത്രൻ, ദാവീദിനെ കൊലപ്പെടുത്തുവാൻ വരുന്നതായ അവസരത്തിൽ ദാവീദിന്റെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുള്ളതായ വേദനയാണ്. തൻ്റെ മകനെ തനിക്ക് ഉപദ്രവിക്കാൻ പ്രയാസമാണ്, കൊല്ലുവാൻ പ്രയാസമാണ്, വിഷമമാണ്, ധർമ്മസങ്കടത്തിലാണ് ദാവീദ് യഹോവയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, യഹോവയോട് സംസാരിക്കുകയാണ്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇതുപോലെയുള്ളതായ സാഹചര്യങ്ങൾ ഏത് മനുഷ്യനും ഉണ്ടാകാം. എന്നാൽ ദാവീദ് ഇവിടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുകയാണ്. വീണ്ടും 6-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു, മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ദാവീദ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, പ്രാവിനുള്ളതുപോലെ ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രയാസങ്ങള്, പീഡനങ്ങള് സഹിക്കേണ്ടതായ അവസ്ഥയെല്ലാം വരുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആളുകൾ പകച്ചു നിന്ന് പോകും, പ്രയാസപ്പെടും, വിഷമിക്കും. ആ സമയത്തൊക്കെ ദൈവവുമായിട്ടുള്ളതായ ബന്ധമില്ലെങ്കിൽ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായേക്കാം. ദൈവവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ അവര് പല വഴിയിൽ മാറിപ്പോയേക്കാം. ചിലര് സ്വപ്ന ലോകത്തിലേക്ക് പലായനം ചെയ്ത് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. പാർഷ്യലായിട്ട് അവർ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ പഴയ നേരത്തെയുള്ളതായ ആ എനർജറ്റിക് ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ളതായ ജീവിതചര്യയൊന്നും ഇല്ലാതെ അവരേകാന്തമായി ജീവിക്കുന്ന ഒരവസ്ഥ, അവര് ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ തോന്നുന്ന അവസ്ഥ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഭൂതകാല സ്മരണയിലേക്ക് അവര് വളരെ സമയം അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ചിലര് ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടായി അവര് രോഗത്തിലേക്ക് വഴുതി മാറുന്നു. വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ അവര് അങ്ങനെയുള്ളവർ പോകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തലവേദനയുണ്ടാകും, ചിലപ്പോൾ ബോധക്ഷയമുണ്ടാകും. ഇങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ഈ കൂടുതൽ പ്രയാസം ഒരു വ്യക്തിക്ക് സഹിക്കുവാൻ കഴിയാത്തതിനപ്പുറമായിട്ടുള്ള വേദന ഉണ്ടാകുമ്പോൾ അങ്ങക്ക് വരാനായിട്ട് സാധ്യതകളുണ്ട്. നിഷ്ക്രിയത്വത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കും.
ചിലരൊക്കെയാണെങ്കിൽ മദ്യപാനത്തിന് അടിമയാകും, ഡ്രഗ്സിനൊക്കെ അടിമയാകും. പലരും മദ്യപാനത്തിനൊക്കെ അടിമയാകാനുള്ള കാരണം ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർക്കൊരു അഭയം വേണം. ആ അഭയം അവര് പ്രാപിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലൊക്കെ ആകാം. ഒരു കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകാം. സൂക്ഷിച്ചില്ല എങ്കിൽ പല സാഹചര്യങ്ങളിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് പലപ്പോഴും അവരെ എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ അപ്പുറമായിട്ട് അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അവർ വഴിതെറ്റിപ്പോകാനായിട്ട് സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, അവര് പലപ്പോഴും ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷവും കൂടി ഉണ്ടാകും. ഇത് ഒരു രീതിയിലുള്ളതായ ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസമാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമുക്ക് ഒരു പിതാവുണ്ട്. ആ പിതാവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ അടുത്തിരുന്ന് ദൈവത്തോട് കൂടെ ഇരുന്ന് ദാവീദിനെ പോലെ ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷം നാം പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദൈവവുമായുള്ള ബന്ധം നാം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് വളരെ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവസ്ഥാവിശേഷം ഉണ്ടായാൽ അതിനെല്ലാം ദൈവവചനത്തിന്റെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ സഹായത്താൽ നമുക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. ഇത് ദാവീദിന്റെ ചിന്തയുടെ ഒരു ഭാഗമാണ്. 55-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ അതിനെപ്പറ്റി അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 15-ാം വാക്യം പ്രത്യേകിച്ച് നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ദാവീദ് പറയുകയാണ്, പ്രതികാരത്തിന്റെ ചിന്ത ദാവീദിന് ഉണ്ടാകുകയാണ്. ദാവീദ് ആദ്യം യഹോവയോട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചന നടത്തുന്നു. രണ്ടാമത് ദാവീദിന്റെ മനസ്സിൽ കൂടി കടന്നു പോവുകയാണ്. എന്താ പറയുന്നത്? മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. അത് പ്രതികാരത്തിന്റെ ചിന്തയാണ്, പ്രതികാരത്തിന്റെ അവസ്ഥയാണ്. നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്നതായ സമയത്തൊക്കെ മനുഷ്യര് പ്രതികാര ചിന്ത അവർക്കുണ്ടാകും, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എന്നാൽ ഒരു ദൈവദാസനെ പറ്റിയ ദൈവദാസന് അല്ലെങ്കിൽ ദൈവ പൈതലിന് അവിടെ പ്രതികാരം വരാൻ പാടില്ലല്ലോ. എങ്കിലും നമ്മൾ ചരിത്രവും ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നതായ സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഫുലൻ ദേവിയായിട്ട് മാറിയത്. ആ പെൺകുട്ടിക്ക് അവളുടെ ചെറുപ്പകാലത്ത് പീഡനങ്ങൾ ഉണ്ടായപ്പോൾ, അവൾ വിഷമിച്ചപ്പോൾ അവളെ പീഡിപ്പിച്ചവരെ അവൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അവൾ മാറുകയാണ്, പ്രതികാരം ചെയ്യുകയാണ്. ചമ്പൽ കാടുകളിലെ ഒരു കുപ്രസിദ്ധിയാർന്ന ഒരു ഡക്യൂട്ടായിരുന്നു ഫുലൻ ദേവി. പേടി സ്വപ്നമായിരുന്നു ആളുകൾക്ക്. എന്നാൽ ഫുലൻ ദേവി തന്നെത്താൻ ഗവൺമെന്റിന് തന്നെത്താൻ പിടികൊടുക്കുകയാണ്. അത് ആ സ്ത്രീക്ക് മാറ്റമുണ്ടാകുകയാണ്. അവസാനം നമുക്കറിയാം, അവസാനം അവരെ ആളുകൾ കൊല്ലുകയായിരുന്നല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ MP ഒക്കെ ആയ ഒരു സമയത്ത് അവര് അങ്ങനെ അവസ്ഥയിൽ അവർക്ക് അവിടെ മാറിയിരുന്നു.
പക്ഷെ കാലം ആളുകള് അവളുടെ മാനസാന്തരത്തിനോ അവളുടെ മാറ്റത്തിനോ ഒന്നും നിൽക്കാതെ അവളെ കൊല്ലുകയായിരുന്നു. അപ്പോൾ പ്രതികാര ചിന്ത ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്, സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ മക്കളാണ് നാം. ആരെയും കൊല്ലുവാനോ ആരെയും ഉപദ്രവിക്കുവാനോ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാം സഹിക്കുവാനും തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ്. അതാണല്ലോ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാവീദിന്റെ പ്രതികാര ചിന്ത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ചിന്ത ദാവീദിന്റെ ദൈവത്തിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം. അത് 16-ാം വാക്യത്തില് നമുക്ക് കാണാം. 16-ഉം 17-ഉം വാക്യത്തില് നമുക്ക് കാണാം. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവ പൈതല് ആരാധിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവ പൈതല് ദൈവത്തോടു കൂടി ജീവിക്കുന്നവനാണ്, ദൈവത്തോടുകൂടി നടക്കുന്നവനാണ്, ദൈവത്തോടുകൂടി ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ജീവിക്കുന്നവനാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും, ആശ്വാസം ലഭിക്കും. ദൈവത്തിന്റെ കൃപ നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരും. വീണ്ടും നാം 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവിൽ വാത്സല്യമുള്ളവരെ, എത്ര വാസ്തവമാണ്. നമ്മെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കുവാൻ നോക്കിയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാനൊക്കുകയില്ല. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കുക. ദാവീദിനെ പോലെ മനുഷ്യ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ദാവീദ് ഒരു മനുഷ്യനായി തന്നെ ജീവിച്ച് പക്ഷെ അദ്ദേഹം ദൈവത്തിന്റെ വലിയ ഭക്തനാണ്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അനേകം തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ദൈവവുമായിട്ടുള്ള ബന്ധം അനുദപിച്ച് തന്നെ ശരിയാക്കിയെടുക്കുന്ന, തന്നെ ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ദാവീദിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകണം. ദാവീദിനെ പോലെ തെറ്റുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. തെറ്റുകൾ, നമ്മുടെ വാക്കുകള്, നമ്മുടെ ചിന്തകള് ഒക്കെ എല്ലാം വളരെ പക്വതയുള്ളതായിരിക്കണം. അനീതിക്ക് നാം കൂട്ടുനിൽക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും തെറ്റാണെന്ന് ഉണ്ടെങ്കിൽ തെറ്റാണെന്ന് സധൈര്യം നമുക്ക് പറയാനായിട്ട് കഴിയണം. അതാണ് ദൈവിക ചിന്ത. നാം ദൈവത്തിൻ്റെതാണ്. നാം മറ്റാരുടെയുമല്ല, പിശാചിൻ്റെതല്ല, മറ്റാരുടെയുമല്ല. നാം
ദൈവത്തിൻ്റെത് മാത്രമാണ്. എന്നാൽ കാര്യങ്ങൾ വളരെ സത്യസന്ധമായി, പൊളൈറ്റായിട്ട്, നിഷ്കളങ്കമായി പറയുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് നമുക്ക് ഏത് ഭാരം വന്നാലും, ദാവീദിന്റെ ചിന്ത നോക്കുക. ദാവീദ് അത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനെ അതിജീവിക്കുവാൻ നോക്കി. എങ്ങനെയാ? പ്രാവിനുള്ള ചിറകുണ്ടെങ്കിൽ അത് പറന്നു പോകുവാൻ താൻ ആഗ്രഹിച്ചു. രണ്ടാമത് പ്രതികാരം ചെയ്യുവാൻ താൻ ആഗ്രഹിച്ചു. മൂന്നാമത് അതിന്റെ പക്വതയിലേക്ക് ദാവീദ് വരികയാണ്. ദാവീദ് അവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? യഹോവ, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്ത്, കാലത്ത്, ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. നമുക്ക് 7 നേരത്തെ പ്രാർത്ഥനയാണല്ലോ ഉള്ളത്. ആ 7 നേരത്തെ പ്രാർത്ഥന നാം 2 അല്ലെങ്കിൽ 3 നാം നടത്തുന്നു. നാം ദൈവവുമായുള്ള ബന്ധം ഒരിക്കലും വിടാൻ പാടില്ല. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്ത പരിശുദ്ധനാകുന്നു. ആ ദൈവത്തെ സ്തുതിക്കുന്നതായ അവസ്ഥ, ആ സ്തുതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അനുദപിച്ച് ജീവിക്കുന്ന അവസ്ഥ, ദൈവമേ അടിയനോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, ആ അവസ്ഥാവിശേഷം അങ്ങനെ ആത്മീയമായി ഉയർന്ന് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അഹങ്കാരത്തിന്റെ ആവശ്യമില്ല, അഹങ്കരിക്കാൻ പാടില്ല. അതേസമയം ആരെയും പേടിക്കേണ്ടതായും ആവശ്യമില്ല. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തോടുകൂടി വിശുദ്ധമായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഈ ഭാഗത്ത് 55 സങ്കീർത്തനത്തിൽ നിന്നും. ഒന്ന്, നമ്മുടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ ഒരു രോഗിയായി പോകുന്ന ഒരവസ്ഥ. ഒഴിഞ്ഞു മാറുക മാത്രമല്ല, പല സന്ദർഭങ്ങളിലും രോഗാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഡിപ്രഷൻ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അവസ്ഥയിലേക്ക് നാം പോകാൻ പാടില്ല. ഡിപ്രഷനൊക്കെ വരുന്നത് നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ്. നമ്മെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ഡിപ്രഷനിൽ പോവുകയില്ല. പ്രത്യാശയുള്ള ജീവിതം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവർ വലിയതോ സ്നേഹം തന്നെ. ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ളതായ ഹോപ്പിൽ, വിശ്വാസത്തില് ജീവിച്ചുകൊണ്ട് ദൈവികമായ സ്നേഹം പരത്തിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥ. 2, പ്രതികാര ചിന്ത. അത് നമുക്കുള്ളതല്ല. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നമുക്കുള്ളതല്ല. നാം ആർക്കും പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് അങ്ങനെ നാം ചെയ്യുമ്പോൾ ആ ശത്രുവായ മനുഷ്യന് ഉറങ്ങാൻ പറ്റുകയില്ല. ആ ശത്രുവായ മനുഷ്യന് ഉറങ്ങുകയില്ല. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഉറക്കം വരികയില്ല. അവർ നമ്മുടെ അടുക്കൽ അവർ വരും. നാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് അവര് സംസാരിക്കും, ഇടപെടും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. 3, സമ്പൂർണമായ ദൈവത്തിലുള്ളതായ സമർപ്പണം. സമ്പൂർണമായ ദൈവത്തിലുള്ളതായ സമർപ്പണം. ഞാനു ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. കണ്ണുനീരൊഴുക്കുന്നതായ ദൈവദാസനെ യഹോവ ഒരിക്കലും കൈവിടുകയില്ല. രാത്രികാലങ്ങളിൽ നാം മുട്ടിന്മേൽ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മുടെ ഭാരം നാം ചുമക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാരം യഹോവ പറയുന്നു, 22-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല.
നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. യഹോവ ദൈവത്തിന്റെ ശക്തി എപ്പോഴും മോറൽ ക്രെഡിബിലിറ്റി. നമ്മൾ മോറലായിട്ട് നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായി ജീവിച്ചു കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് കൂടെയുണ്ട്. ദൈവം സത്യമാണ്, ദൈവം ട്രൂത്താണ്, ദൈവം സത്യമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായ സത്യവാനായ ദൈവം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നാം ആരെയും ഭയപ്പെടണം? ആരെയും ഭയപ്പെടണ്ട. നാം ദൈവത്തിൽ ഉറച്ച് വിശുദ്ധിയുള്ള വ്യക്തിയായി ജീവിക്കുന്ന, ചലിക്കുന്ന ദൈവാലയങ്ങളായി, ചലിക്കുന്ന ദൈവ മന്ദിരങ്ങളായി